മായ അവശതകൾ ഏറ്റുവാങ്ങേണ്ടി വന്നവർ അങ്ങനെ ഒട്ടേറെ യാതന അനുഭവിക്കുന്ന സഹോദരങ്ങളെയാണ് ആ ദുരന്തം ബാക്കി വെച്ചത്. ഏത് നാടും പകച്ചു നിന്നു പോകുന്ന ഘട്ടമാണ്. ആ ഒരു അവസ്ഥയിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്. മരുന്ന് പല രോഗങ്ങൾക്കും പരിഹാരമാണ്. പക്ഷേ മാനസികമായ വേദനകൾക്ക് മരുന്ന് പരിഹാരമല്ല. ആ വേദനകളിൽ പരസ്പരം ആശ്വാസമാകാൻ കഴിയും. പല നഷ്ടങ്ങളും നികത്താൻ നമുക്കാവില്ല. പക്ഷേ സാമീപ്യം കൊണ്ട് മനുഷ്യരെ ആ നഷ്ടത്തിൻ്റെ ആഘാതത്തിൽ നിന്നും പതിയെ പുറത്തു വരാൻ സഹായിക്കാൻ കഴിയും. അതൊക്കെയാണ് മനുഷ്യത്വത്തിൻ്റെ സവിശേഷത. ആ സവിശേഷതയാണ് മുണ്ടക്കൈ ചൂരൽമല അതിജീവനത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, പാരസ്പര്യത്തിൻ്റെ കേരള മാതൃക ഒരിക്കൽ കൂടി ലോകം കണ്ടറിഞ്ഞു. അതായിരുന്നു ഈ അതിജീവനം. ഇവിടെ തടസ്സങ്ങൾ ഏറെയുണ്ടായി. വ്യാജ പ്രചരണങ്ങൾ മുതൽ കേന്ദ്ര സഹായ നിഷേധം വരെ ദുരന്തബാധിതരെ തെറ്റിദ്ധരിപ്പിക്കാനും ചിലർ ശ്രമിച്ചു. കോടതി വ്യവഹാരങ്ങൾ വേറൊരു ഭാഗത്ത് നടന്നു. ദുരിതാശ്വാസ നിധി എല്ലാവരും സഹകരിക്കുന്നതും സഹായിക്കുന്നതും സ്വയമേവ തയ്യാറായി നിക്ഷേപിക്കുന്നതൊക്കെ ആയിട്ടുള്ളതാണ്. പക്ഷേ ആ ദുരിതാശ്വാസ നിധിയിലേക്ക് ചില്ലിക്കാശ് നൽകരുത് എന്ന് പറയാനും ആളുണ്ടാകും. അങ്ങനെ എത്രയെത്ര പ്രതിരോധകരമായ ഇടപെടലുകൾ. ദുരന്തമുണ്ടായ ആദ്യ ആഴ്ചയിൽ തന്നെ ചിലരതിന് തുടക്കമിട്ടു. നമ്മുടെ നാട്ടിൽ യഥാർത്ഥ കാര്യങ്ങൾ നാട്ടുകാരുടെയും ജനങ്ങളുടെയും മുന്നിൽ എത്തിക്കാൻ ബാധ്യതപ്പെട്ട ആ ധർമ്മം ഏറ്റെടുക്കേണ്ട മാധ്യമങ്ങൾ പോലും വ്യാജം ചമച്ചുകൊണ്ട് പുനരധിവാസ പദ്ധതിയെ ഒരു തരത്തിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയും നാം കണ്ടു. ഇവിടെ എല്ലാ ഘട്ടത്തിലും ലോകത്താകെ ഉണ്ടായ മഹായുദ്ധങ്ങളിൽ പോലും യുദ്ധനീതി എന്ന ഒന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നാം കണ്ടത് ഈ പുനരധിവാസ പദ്ധതിക്കെതിരെ ഒരു തരത്തിലുള്ള വൈരനിര്യാതന ബുദ്ധിയോടെയുള്ള ചിലരുടെ ഇടപെടലുകളാണ്. അതിൽ ലോകത്ത് കാണുന്ന യുദ്ധനീതി പോലും കണ്ടില്ല. എത്ര ബൃഹത്തായ പ്രവർത്തനങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി ഇവിടെ നടന്നത് എന്നത് നാം അനുഭവത്തിലുള്ളതാണ്. എന്നാൽ ഒന്നുകൂടി ഓർക്കേണ്ടതാണ്. ഉരുൾപൊട്ടലുണ്ടായ ഘട്ടം അവരെ ആരെയും കാത്തു നിൽക്കാതെ നാടും നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്ന കാഴ്ച നാം കണ്ടു. അതോടൊപ്പം പോലീസ് മുതൽ സൈന്യത്തെ വരെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ എത്തിക്കുന്നതിന് രക്ഷാപ്രവർത്തനങ്ങൾ
ഏകോപിപ്പിക്കുന്നതിന് എല്ലാമുള്ള ശ്രമങ്ങൾ നടത്തി. എല്ലാ സേനാ വിഭാഗങ്ങളും എത്തുന്ന നിലയുണ്ടായി. ദുരന്തബാധിതർക്കൊപ്പം നിൽക്കാൻ നമ്മുടെ നാടും ജനങ്ങളും ഒന്നടങ്കം തയ്യാറായി. നമ്മുടെ നാട്ടിൽ നടന്ന രക്ഷാപ്രവർത്തനങ്ങളിൽ ഈ ഐക്യം പ്രകടമായിരുന്നു. വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, സന്നദ്ധ പ്രവർത്തകർ, ആംബുലൻസ് ഡ്രൈവർമാർ, ഓഫ് റോഡ് ഡ്രൈവർമാർ, അങ്ങനെ കേരളത്തിൻ്റെ സമസ്ത മേഖലയിലുമുള്ളവർ രക്ഷാപ്രവർത്തനത്തിൽ കൈകോർത്തു. അതിവേഗം ക്യാമ്പുകൾ സജ്ജമായി. ഭക്ഷണവും അവശ്യ സാധനങ്ങളും മാത്രമല്ല, മരുന്നും വൈദ്യസഹായവും, അതോടൊപ്പം ജീവിതം വീണ്ടെടുക്കുന്നതിനുള്ള കൗൺസിലിങ്ങും ഓരോരുത്തർക്കും പ്രത്യേകമായി നൽകുകയുണ്ടായി. അതോടൊപ്പം ഒരു മന്ത്രിസഭാ ഉപസമിതി ഈ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഇവിടെ ഉണ്ടായി. മന്ത്രിസഭാ ഉപസമിതിയുടെ ഭാഗമായി മന്ത്രിമാർ ഈ സ്ഥലത്ത് ആദ്യ ഘട്ടത്തിൽ എല്ലാ ദിവസങ്ങളും ഇവിടെ ക്യാമ്പ് ചെയ്യുന്ന അവസ്ഥ വന്നു. എല്ലാ പ്രവർത്തനങ്ങൾക്കും നേരിട്ട് മേൽനോട്ടം വഹിച്ചു.